നമസ്കാരം. 2024 പൊതുതെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനത്തിനും മാസങ്ങൾക്ക് മുൻപ് തന്നെ കേരളത്തിൽ ശ്രദ്ധേയമായ ഒരു പാർലമെൻറ്റ് മണ്ഡലമാണ് തൃശ്ശൂർ. അതിന് പ്രധാന കാരണം അവിടേക്ക് സുരേഷ് ഗോപി വീണ്ടും ഒരു മത്സരാർത്ഥിയായി എത്തിയതുകൊണ്ട് തന്നെയാണ്. വർഷങ്ങൾക്ക് മുൻപ് തന്നെ, ഏകദേശം 2.5 വർഷത്തിന് മുൻപ് തന്നെ താൻ തൃശ്ശൂരിൽ മത്സരിക്കുന്നു എന്നും തൃശ്ശൂർ തനിക്ക് വേണമെന്നും തൃശ്ശൂർ താനിങ്ങെടുക്കുന്നു എന്നുമൊക്കെയുള്ള സുരേഷ് ഗോപിയുടെ പ്രസ്താവനകൾ ഏറെ വൈറലായി മാറിയിരുന്നു. അതിനുശേഷം പ്രസ്താവന കൊണ്ട് ഒതുങ്ങുന്നതായിരുന്നില്ല സുരേഷ് ഗോപിയുടെ ജീവിതം. തൃശ്ശൂരിന് വേണ്ടി സമർപ്പിതമായ ഒരു മനസ്സോടുകൂടി തൃശ്ശൂരിലെ ആളുകൾക്ക് വേണ്ടി എപ്പോഴും പ്രവർത്തിക്കുന്ന ഒരു ആളായി സുരേഷ് ഗോപി മാറുകയും ചെയ്തു. അവിടെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ മെമ്പറല്ലായിരുന്ന, പാർലമെൻറ്റ് അംഗമല്ലായിരുന്നിട്ടും അവിടെ നടത്തി എന്നുള്ളത് വലിയ തോതിൽ സുരേഷ് ഗോപിക്ക് കിട്ടിയ ഒരു സ്വാധീനം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിയെ തൃശ്ശൂർകാർ ഇപ്പോൾ നെഞ്ചിലേറ്റിയത് എന്ന് വേണമെങ്കിൽ പറയാം. തെരഞ്ഞെടുപ്പിൻ്റെ മുൻപ് തന്നെ, പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ അദ്ദേഹം തൃശ്ശൂരിലേക്ക് എത്തുകയും അവിടുത്തെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും പ്രവർത്തനങ്ങളിൽ പൂർണ്ണ മനസ്സോടുകൂടി നിൽക്കുകയും ചെയ്ത ഒരു മത്സരാർത്ഥിയാണ്. കരുവന്നൂർ വിഷയം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇടപെടുകയും അവിടേക്ക് കരുവന്നൂരിൽ നിന്നും തൃശ്ശൂരിലേക്ക് പദയാത്ര നടത്തി ശ്രദ്ധേയനാവുകയും ചെയ്തു. അതിനു മുൻപ് തന്നെ ഒട്ടേറെ വിവാദങ്ങളിൽ കുടുക്കി സുരേഷ് ഗോപിയെ മത്സരാർത്ഥി സ്ഥാനത്ത് നിന്നും പുറത്താക്കാനുള്ള ശ്രമം മറ്റു പല കക്ഷികളും നടത്തിയെങ്കിലും അതൊന്നും തൃശ്ശൂർകാർ വേണ്ടത്ര ഗൗരവമായി കണ്ടില്ല എന്ന് വേണമെങ്കിൽ കരുതാം. എന്നാൽ തെരഞ്ഞെടുപ്പിൻ്റെ തീയതി പ്രഖ്യാപിച്ച ശേഷം തൃശ്ശൂർ കണ്ടത് ഒരു അസൽ വെടിക്കെട്ടാണ്, ഒരു മാമാങ്കമാണ് എന്ന് തന്നെ പറയാം. തൃശ്ശൂർ പൂരത്തിന് മുൻപുള്ള ഒരു പൂരമാണ് തൃശ്ശൂരിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടേക്ക് മത്സരാർത്ഥിയായിട്ട് TN പ്രതാപൻ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുമെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. എന്നാൽ പത്മജ വേണുഗോപാൽ കോൺഗ്രസിൽ നിന്നും BJPയിലേക്ക് പോയതോടുകൂടി പ്രതാപന് അവിടെ മത്സരിച്ച് കയറാൻ കഴിയില്ല എന്നുള്ള ഉത്തമ ബോധ്യം കോൺഗ്രസ് നേതൃത്വത്തിന് വന്നതോടുകൂടിയാണ് K മുരളീധരനെ വടകരയിൽ നിന്നും തൃശ്ശൂരിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത്. അങ്ങനെ കോൺഗ്രസിൻ്റെ മത്സരാർത്ഥിയായി K മുരളീധരനും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ മത്സരാർത്ഥിയായി മുൻ മന്ത്രിയായ CPIയുടെ സുനിൽകുമാറും വന്നതോടുകൂടി മത്സരം കൊഴുത്തുവെങ്കിലും സുരേഷ് ഗോപിയുടെ പ്രാധാന്യം ഒട്ടും കുറവായില്ല എന്ന് വേണമെങ്കിൽ കരുതാം. കാരണം അദ്ദേഹം എത്തുന്നിടത്തൊക്കെ ഒരു ആഘോഷമായിട്ട് ആളുകൾ ഓടിയെടുക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ യാത്രകളിൽ, പദയാത്രകളിൽ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ റോഡ് ഷോകളിലുമൊക്കെ വലിയ തോതിലുള്ള ജനപങ്കാളിത്തം അതുകൊണ്ട് തന്നെ ശ്രദ്ധേയമാവുകയുണ്ടായി. ആബാലവൃത്തം ഏറ്റവും അധികം സുരേഷ് ഗോപിയെ ആരാധിക്കുകയും സ്നേഹിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി നിലപാടെടുക്കുകയും ചെയ്യുന്നത് സ്ത്രീ സമൂഹമാണ് എന്നതുകൊണ്ട് തന്നെയാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ഇപ്രാവശ്യം വിജയിക്കും എന്ന് എല്ലാ പാർട്ടികളും വിശ്വസിക്കുന്നത്. K മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ അവിടെ പറയുന്നത് തൃശ്ശൂരിൽ ചെറിയ മത്സരമല്ല നടക്കുന്നത്, വലിയ മത്സരം തന്നെയാണ്. കേരളത്തിലെ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നല്ല, മണ്ഡലം തന്നെയാണ് തൃശ്ശൂരെന്ന് ഇദ്ദേഹത്തിൻ്റെ സഹമത്സരാർത്ഥികൾ തന്നെ പറയണമെങ്കിൽ തൃശ്ശൂരിൻ്റെ പ്രാധാന്യം ഒട്ടും കുറയ്ക്കേണ്ടതില്ല, സുരേഷ് ഗോപിയുടെ പ്രാധാന്യം ഒട്ടും കുറച്ച് കാണേണ്ടതില്ല. ഇപ്പോൾ പുറത്തു വരുന്ന ചില പ്രാദേശിക സർവേകളുടെ അടിസ്ഥാനത്തിൽ സുരേഷ് ഗോപി അവിടെ അട്ടിമറി വിജയം നേടും എന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള സർവേ ഫലങ്ങൾ പുറത്തു വരുന്നത്. ഏകദേശം 50,000-ന് മുകളിൽ ലീഡോടുകൂടിയായിരിക്കും സുരേഷ് ഗോപി അവിടെ വിജയിച്ച് കയറുക എന്നുള്ള സർവേ ഫലങ്ങളും വരുന്നുണ്ട്. അപ്പോൾ തൃശ്ശൂരിന് തീർച്ചയായിട്ടും ഒരു കേന്ദ്രമന്ത്രി, ഒരു ക്യാബിനറ്റ് റാങ്കുള്ള കേന്ദ്രമന്ത്രിയെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ തൃശ്ശൂരുകാർ. അത് പ്രവചനങ്ങൾക്ക് അതീതമായ രീതിയിൽ ഈ 50,000-നും അപ്പുറം വോട്ടുകൾ നേടിയാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നുള്ള സർവേകളുമൊക്കെ പുറത്തു വരുന്നുണ്ട്. എന്തായാലും സുരേഷ് ഗോപിക്ക് വേണ്ടിയുള്ള പ്രചാരണം അവിടെ പൊടിപിടിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. സുനിൽകുമാറും K മുരളീധരനും ഒട്ടും പിന്നിലല്ലാതെ ഉണ്ട്, ഒട്ടും അപ്രസക്തരല്ല എന്നതുകൊണ്ട് തന്നെ അവിടെ ശക്തമായ മത്സരമാണ് നടക്കുന്നത് എന്നതിൽ ഒരു തർക്കവുമില്ല.